ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു 4 മണി സമയം കേട്ടോ. പിന്നെ 4 മണിക്കത്തെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചൽ കഴിഞ്ഞിട്ട് പിന്നെ മക്കൾ രണ്ടാളും മുറ്റത്തിറങ്ങി കുറച്ച് നേരം കളിക്കും. ചില സമയത്തുള്ളൂ ഞാൻ നോക്കി നിൽക്കൽ അപ്പോൾ നമ്മൾ എന്തെങ്കിലുമായിട്ട് അവിടെ ചുറ്റുവട്ടത്ത് ഉണ്ടാകും. അപ്പോൾ ഇസു ആണെന്നുണ്ടെങ്കിൽ കുട്ടീനെ നോക്കും. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു പിന്നെ ഞങ്ങൾ കളിക്കണത് അമ്മ കാണണം പറഞ്ഞു. ഇസുവിന് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ ഓൻ്റെ കളിയാണെങ്കിലും സൈക്കിള് ഓടിക്കണതാണെങ്കിലും പന്ത് കളിക്കണതാണെന്നുണ്ടെങ്കിലും ഒക്കെ ഞാൻ ഇരുന്ന് കാണുന്നത് ഓനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ അവിടേക്ക് മെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓനിക്കതൊരു പരാതിയായിരിക്കും. അപ്പോൾ ഞാൻ ഹെസമോളാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. ഓളെന്തെങ്കിലും കളിക്കണമെന്നുണ്ടെങ്കിൽ എന്നോടൊരു 100 പ്രാവശ്യം പറയും, അമ്മ നോക്ക് നോക്ക് കണ്ടോ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എങ്ങനെ കാണിച്ചു തരും ഓല് കാട്ടണതൊക്കെ. അപ്പോൾ എനിക്ക് ചില സമയത്ത് ഞാനത് വേറെ ഫോണിലോ വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൈൻഡ് ചെയ്യാതിരിക്കും. അപ്പോൾ ഞാനെന്നാ പരാതി തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവളുടെ കൂടെ ഇരിക്കുക കേട്ടോ. ഓല കളിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതൊരു രസം തന്നെയാണ്. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയം ഈ ഒരു നിമിഷം നമുക്ക് പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടൂല. മക്കൾ വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു നിമിഷങ്ങൾ ഈ ഒരു സമയത്തേ കിട്ടും. അപ്പോൾ അത് ഒഴിവ് കിട്ടുന്ന സമയത്ത് എല്ലാ രക്ഷിതാക്കളും അവരുടെ മക്കളുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കണം. എന്താണെന്ന് വെച്ചാൽ ഓൾഡ് ആ കളിയും ചിരിയും സംസാരം ഒക്കെ നമ്മൾ കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കണം. എത്ര ജോലിയും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് ഓൽക്കായിട്ടൊരു സമയം കണ്ടെത്തണം. അപ്പം ഓൽക്കാണെന്നുണ്ടെങ്കിൽ അഥവാ മക്കൾക്ക് നമ്മളോട് സംസാരിക്കാൻ കുറേ ഉണ്ടാവും. അതൊക്കെ എന്താണെന്ന് കേട്ട് മനസ്സിലാക്കി അതിനുള്ള മറുപടി നമ്മൾ കൊടുക്കണം. നമ്മളൊരിക്കലും ഓലെ മെയിൻറ്റ് ചെയ്യാതിരിക്കരുത് എന്ത് ജോലിയാണെന്നുണ്ടെങ്കിലും. പിന്നെ ഇതൊന്നും ആസ്വദിക്കാൻ പറ്റാത്ത കുറേ പേരൻസ് ഉണ്ടാവും. മദറാണെങ്കിലും പിന്നെ ഫാദറാണെന്നുണ്ടെങ്കിലും ജോലിയായിട്ടും പഠിത്തമായിട്ടും മക്കളുടെ അടുത്ത് നിന്ന് വിട്ട് നിന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഓൽക്കൊന്നും ഇത് ആഗ്രഹം ഉണ്ടെങ്കിലും സാഹചര്യം കൊണ്ട് മക്കളുടെ അടുത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഓൽക്കൊക്കെ അതിൻ്റെ വേദന എത്രയെന്നുള്ളത് ഓൽക്കുള്ള അറിയുണ്ടാവും. അപ്പോൾ നമ്മളടുത്ത് മക്കളുണ്ടാവുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അവർക്കുള്ള സ്നേഹമാണെന്നുണ്ടെങ്കിലും പരിഗണനയാണെന്നുണ്ടെങ്കിലും ഒക്കെ കൊടുക്കുക. ഈ ഒരു സമയം നമുക്ക് ഇപ്പോഴേ കിട്ടുള്ളൂ. മക്കളുടെ കളിയും ചിരിയും ഒക്കെ. രണ്ടാളും നല്ല കളിയിലാട്ടോ. പിന്നെ ഇതൊരു ചെറിയൊരു ഇതാണ്. പിന്നെ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ സെൻസർ പോലെ കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ മുകൾക്ക് പോകും. പിന്നെ കൈ ഇല്ലാന്നുണ്ടെങ്കിൽ താഴത്തേക്ക് പോകും. അപ്പോൾ ഇത് കുറച്ചായി അവളുടെ കയ്യിൽ കിട്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ചാർജ് ചെയ്യാൻ പറ്റണതാണ്. കേട് വരുത്തിയിട്ടൊന്നുമില്ല. ഹെസമോളെ കയ്യിൽ ഇത് വല്ലാതെ കൊടുക്കലില്ല. അവൾക്ക് പേടിയാണ് അത് കറങ്ങണ സമയത്ത്. ഇസോണെന്നുണ്ടെങ്കിൽ ഒന്ന് നേരക്കനെ കൊണ്ടടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് 2 മാസമൊക്കെ ആയിട്ട് ഓലെ കയ്യിലുണ്ട് ഇത്. അപ്പോൾ അതുകൊണ്ടാട്ടോ രണ്ടാളും കളിക്കണത്. ഇസുവിനെ കുട്ടിയുടെ അടുത്ത് കളിച്ചെടുക്കട്ടെ. എണ്ണൂറ് കളിച്ച് ഓടിക്കട്ടെ. എണ്ണൂറ് കളിച്ചെടുത്തത് എന്താണ് അവിടെ പോരെ ഒന്ന് തട്ടു അങ്ങനെയല്ല അങ്ങനെ രണ്ടോ ഇങ്ങോട്ട് വാ പുറത്തേക്ക്. ഇതുകൊണ്ട് ഇങ്ങനെ ഇതിങ്ങനെ ഇടാ. ഈ രണ്ടെണ്ണം അതിൽ കുടിച്ച ഈ രണ്ട്
കുട്ടി ആദ്യം കൊടുക്കേ ഞാൻ വടി എടുക്കട്ടോ. മറ്റേ കൊണ്ട് പതുക്കെ തട്ടിയാൽ മതി കേട്ടോ. പതുക്കെ തട്ടിയാൽ മതി. സരി ഇവിടെ കുത്തിരിക്കട്ടോ. ആ സാധനം രസാട്ടോ. അവിടെ കളിച്ചോളൂ. ഇങ്ങോട്ട് പോരടി. നമുക്ക് കിട്ടുന്നത് ഞാൻ തടിക്കാം. അവിടെ നിന്ന് കിട്ടും. ഞാൻ ഇവിടെ കുട്ടി അവിടെ ഞാൻ ഇവിടെ കുട്ടി കൈയോട് തുറന്ന കാലോട് കൈയോണ്ട് തുടണ്ടാത് കുട്ടിയെ തട്ടരുത് കേട്ടോ. ഇതുപോലെ തട്ടെ. കുട്ടി പാവാണ് നോക്കിക്കിട്ട് തട്ടിനൊക്കെ ഓള് പൊറിക്കുന്നുണ്ട്. എങ്ങനെ പറയാ അമ്പോ എന്താണ് കളിച്ചെടുത്തോ ഏത് കളിച്ചെടുത്തോ. കൈ കൊടുത്തിട്ടില്ലല്ലോ. അത് അങ്ങനെയാണ് പോവും. നിലത്തേക്ക് പോകൂലേ? കടയാ നല്ല ഒന്നുകൂടി നേരം പിന്നെ ലാസ്റ്റ് ഒരു ഗെയിമും കൂടിയും കളിച്ചിട്ടോ. പണ്ടത്തെ കളിയാണ്, പക്ഷേ ഇന്നതാരും അങ്ങനെ കളിക്കണ കാണലില്ല.
ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ച സമയത്ത് 7ാം ക്ലാസ് നമുക്ക് സ്കൂൾക്ക് കൊണ്ടുപോക്കും അച്ചിങ്ങ, എന്നിട്ട് അവിടെ നിന്ന് അമ്മാനാടല്ല കേട്ടോ. എനിക്ക് അന്നൊക്കെ നല്ലോണം അറിഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ഒക്കെ അതൊന്നും അങ്ങനെ ഒരു കളി കളിച്ചിരുന്നു തന്നെ ഇല്ല കേട്ടോ. കാരണം അതൊക്കെ ഒരു ഓർമ്മയായി മാറി. അപ്പം ഇനി കുട്ടികൾ അച്ചിങ്ങേണ്ടി ഇങ്ങനെ കളിച്ച സമയത്ത് ഞാൻ മേടിച്ചിട്ട് ഞാൻ അമ്മാനാടാണ്. എനിക്ക് 2 കൊണ്ടും പിന്നെ അതേപോലെ 3 കൊണ്ടും 4 കൊണ്ടും പറ്റിയിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അതൊന്നും വയ്ക്കണില്ല. അപ്പോൾ നല്ലൊരു രസമുള്ളൊരു കളിയായിരുന്നു അതൊക്കെ അന്നത്തെ കാലത്ത്. പക്ഷെ ഇപ്പം അതൊക്കെ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ അമ്മാനാടിനെ കണ്ടിട്ട് 2 നല്ല കൗതുകത്തോടെ നോക്കുക കേട്ടോ. കാരണം നമ്മൾ ഈ മാജിക്കും കാര്യങ്ങളൊക്കെ കാണലില്ലേ 4 ബോൾ കൊണ്ടൊക്കെ. അപ്പം ഞാനും അതിൻ്റെ ഇടയിൽ 4 കൊണ്ടും 3 കൊണ്ടൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓല് ഇത് എങ്ങനെയാണ്, ഇത് എന്താണ്. അപ്പം 2 നല്ല എന്താ പറയുക, ഓൽക്കൊരു എങ്ങനെ ഇത് വെയ്ക്കണത് എന്നുള്ളത് അറിയണില്ല ഓൽക്ക് 2 പക്ഷെ എന്നാൽ 2 നോക്കിയും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുന്നു, അതേപോലെ കമൻറ്റ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ബൈ.